ബാക്ക് മിസ്റ്റർ ഗെയിം അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന ചോദിക്കാതെ മുറി കയറുന്നു, ഗെറ്റ് ഔട്ട്, പുറത്ത് പോ ഗുഡ് ഗേൾ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെസ്റ്റേൺ ഗൺ ഫൈറ്റർ എന്ന് പറയുന്നൊരു ഗെയിമുമായിട്ടാണ്, എനിക്കറിയാലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ഒന്ന് പുറത്തോട്ടൊക്കെ പോകണം കേസ്, അതാണ് വേറൊരു പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് മരിച്ചാണ് കേസ്, അപ്പോൾ അവൻ്റെ ശ്മശാനത്തിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോകണം, നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അതിൻ്റെ അങ്ങനത്തെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് വെച്ചേക്ക് കേട്ടോ, ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ കൂടെ ചെയ്ത് വെച്ചോ. ഇതാ നമ്മളെ ഹോട്ടലിൽ നമ്മൾ അങ്ങനെ ഇറങ്ങി ഇല്ല, നമ്മളെ തൊപ്പി ശ്മശാനത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊപ്പി ശ്മശാനത്തിരിക്കുകയാണ്. അന്ന് നമ്മൾ അതിന് പോയപ്പം എന്തുവാ ഫ്രണ്ടിൻ്റെ ഇതിന് മരിച്ചിപ്പോൾ പോയപ്പം അവിടെ ഇറക്കിയപ്പോൾ തൊപ്പിനെ അറിയാതെ അവിടെ വെച്ചിട്ടാണ് പോയത്, മറന്നുപോയി. നമുക്ക് ആ തൊപ്പി എടുക്കണം, അതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ കുതിരേനെ ഇവിടെ ഇപ്പുറത്താണ്ട് നിർത്തിയതാണ്ട് പറഞ്ഞു. നമ്മളെ കുതിരേനെ നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ കേസ്, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആ തൊപ്പി എടുക്കണം, അത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് പോകാൻ കേസ്. വേറെ പിന്നത്തെന്ന് വെച്ചാൽ അവിടെ രാത്രിയാവും തോന്നുന്നത്, നമ്മൾ എത്താൻ നേരത്ത് രാത്രിയാവും, അതാണ് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, രാത്രിയാവുന്നുള്ള സീനുമാണ്. ഇപ്പം തന്നെ സമയം സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉറക്കൊണ്ടിട്ട് ഓർത്തേയുള്ള തൊപ്പിയുടെ കാര്യം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഞാൻ ചുമ്മാ ഗണ്ണൊക്കെ ഷൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒന്നും കാണുന്നില്ലല്ലോ, ഇതാണോ ഇതല്ലേ കേസ്, നമ്മൾ ഇത്തിരിയും കൂടെ ഒരു വലിയ തൊപ്പിയൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ തൊപ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് തൊപ്പിയൊന്നും കിട്ടിയില്ല. പക്ഷെ ഇവിടെ ചെന്നായിനെയൊന്നും കാണുന്നില്ല. നമ്മളെ ചെന്നായി കൊന്നതിന് ശേഷം ഇവിടെ ചെന്നായികളെ എങ്ങനെയൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ കുറേ ശവപ്പെട്ടികളൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു ചെറിയൊരു പേടിയേ ഉള്ളേ. നമുക്കെന്തിന് കേസ് നമ്മൾ പേടിക്കുന്നേ? അയ്യോ, എന്നാലും ചെറിയൊരു പേടിയുണ്ടല്ലോ കേസ്. ആരെങ്കിലും ശ്മശാനത്ത് പോയിട്ട് കല്യാണം നടത്തുമോ? നമുക്ക് തൊപ്പി തപ്പിയിട്ട് കുറേ നേരമായി കേസി, സ്ഥലത്ത് തൊപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തപ്പി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ഗണ്ണൊക്കെ എടുത്ത് വെച്ച് വലിയ ആവശ്യം. സോംബി എവിടെ ജന്തുവാടാ? അയ്യോ, കണ്ണ് തീർന്നു ഉണ്ട തീർന്നു. ഇതാരൊക്കെയാണോ ഇത്? ഇതാ കിടന്നൊക്കെ വരുന്നു. മച്ചാനെ ഓടിപ്പോടാ. ഗേസ് ഇത് മിഷാനല്ല, ഇവിടെ വന്നപ്പോൾ കണ്ടു. മിഷാനാണെങ്കിൽ അയാളിവിടെ കാണത്തില്ല. വാട്ട് ടഫ് പൊന്നി തീർന്നു. എടാ വരുന്നടാ, കൊല്ല്. ഗണ്ണ് വെടി തീർന്നു. ഈ കണ്ണ് നല്ല കണ്ണ, കാരണം ഇത് കണ്ണിൽ ഒറ്റ വടിക്ക് 2 കണ്ട വീസ് തീർന്നു. മതിട്ട് കേട്ടാ. ആരെയും കാണുന്നില്ല കേസ്. ഈ സോംബി ഇത്തിരി സീനാട്ടാ. ഇത്തിരി സീനാട്ടാ. അയ്യോ കണ്ണിൻ്റെ ഗണ്ണെന്ന് വെടിയിരുന്നു. ഗേസ് 8 എൻ്റെ പൊന്നി, ഇത് എത്ര എടാ, ഇത് നമ്മളെ വില്ലേജുള്ളവരാന്ന് തോന്നുന്നു കേട്ടോ. ഈ കിടന്നു വരുന്നവനെ ആദ്യം കൊല്ലണമല്ലേ, ഇവനാണല്ലോ ഭയങ്കര സ്പീഡ്. കാരണം നടന്നു വരുന്നവന്മാർക്ക് സ്പീഡൊന്നുമില്ല. പീസ് എനിക്കറിയാൻ ഇത് എടാ, പീസിന് വാളുകൊണ്ട് വെട്ടണം എനിക്ക്. ഓക്കെ, എൻ്റെ പൊന്നെ. എടാ, ഇത് സീനാട്ടോ, കാരണേ കണ്ടോ, എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് വരുന്നുണ്ട്. എൻ്റെ പൊന്നെ,
എടാ ഞാൻ ഓടാ നില്ല് അയ്യോ ഓടോട് എടാ. അപ്പം കേസ് ആ സോമ്പിയുടെ കാര്യം എനിക്ക് ഒന്നും അറിയില്ല. കാരണം എടാ ഞാൻ അവിടെ ചെന്ന് നമ്മൾ തൊപ്പി തപ്പിക്കൊണ്ടിരുന്നേ. സോ പെട്ടെന്ന് നോക്കാൻ നേരത്ത് അവിടെ എൻ്റെ കൂടെ ഒരു മിഷേൻ്റെ ഒരാളുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് മിഷേനല്ല. കാരണം അതാളുണ്ട്. ആ മിഷേൻ വരുവാണെങ്കിൽ അയാൾക്ക് അങ്ങനെ മിഷേൻ ചെയ്യണമെന്ന് നിൽക്കത്തില്ലല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ സാധനം പെട്ടെന്ന് ഉണ്ടോ എന്ത് ആരൊക്കെയാണെന്ന് എനിക്കറിയാൻ പോയി. പക്ഷെ നമ്മളെ കൊന്നിട്ടുണ്ട്. ഈ നമ്മളെ പകരം ചോദിക്കും. കാരണം എനിക്ക് തൊപ്പിയും വേണം അവന്മാരെയും വേണം. ഞാൻ ഈ ഗണ്ണിട്ടൊന്ന് കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളെ കുതിര വിടുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകും. കാരണം അവിടെ ഇത്തിരി അമ്മര് തോനെയുണ്ട്. കാരണം എനിക്ക് എന്താണെന്നറിയാൻ ഈ കണ്ണിട്ട് പൊട്ടിച്ചിട്ട് അമ്മര് ചത്തില്ല. അതാണ് മെയിൻ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മളെന്നാണ്ട് അമ്മരെ കൊല്ലും. സോ ഗേസ് ആണ്ടേ നമ്മൾ ഗണ്ണെടുത്ത് വന്നിട്ടുണ്ട്. ആ ഗേസ് ദോ വരുന്നു. അരിയണം ഗേസ്. അമ്മര് അരിഞ്ഞ് തീർക്കണം. കാരണം ഞാൻ തൊപ്പി എടുത്തോണ്ടേ പോകത്തോളൂ. സത്യം പറയാല്ലേ ഗേസ്. എല്ലായിടത്തിനും കൊല്ലും ഗേസ്. കൊല്ല് പോട്ട് വാ. മതി എന്തി അടുത്ത ആൾക്കാരും വാ. വരട്ട് പിള്ളേർ വരട്ട്. ആ ഗേസ് ഇന്ന് കൊന്നിരിക്കും. കാരണം പുല്ല് എത്ര പേരുടെ ഇത് ഇത്തിരി പാടായിട്ടോ ഇമാരെ കൊല്ലാൻ. ഉമ്മ നല്ല പവർ നല്ല സ്പീഡുണ്ട് ഇമാർക്ക്. ഓക്കെ കുഴപ്പമില്ല. വരട്ടെ. ആ വരട്ട്. ഓക്കെ സെറ്റ്. അതുകൊണ്ട് അടുത്ത ടീംസ് വരുന്നു. കൊല്ല് ഹെഡ്. രക്ഷപ്പെട്ടില്ലെങ്കിൽ അവൻ ഇപ്പം നല്ല ഡാമേജ് കിട്ടിയാൽ നമുക്ക് ഈ ഡാമേജ് കളയരുത്. കാരണം നമുക്ക് ഒരു ലൈഫ് പോലും കളയരുത്. എന്ന് വെച്ചാൽ ഡാമേജ് നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിമ്മാർക്ക് നല്ല അടിയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. 100 കയറുന്നു. ഒരു 200 കയറുന്നവന്മാരെല്ലാം പെട്ടെന്ന് ചത്തിട്ടുണ്ട്. ബാബാ മക്കള് വരട്ട്. 3 വട്ടം എക്സോട്ട് അടിച്ചു. എന്നിട്ട് അവൻ ചത്തില്ല. കണ്ട സാധാരണക്ക് ഒരു എക്സോട്ടൊക്കെ അടിക്കുമ്പോൾ മിനിമം ഒരു 2 എക്സോട്ടെങ്കിലും അടിക്കണം. ഗീസ് രക്ഷോട്ട്. ഗീസ് ഉണ്ട തിരുന്നാൽ ഞാൻ മറന്നു പോകുന്നു കേട്ടോ. നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. താങ്ക്സ് ഗേസ് നിങ്ങൾ ഓർമ്മിപ്പിച്ചേനെ. അപ്പം നല്ല വെടി. ഗീസ് അവൻ ചത്ത്. ഓക്കെ ഈ കിടക്കുന്നവന്മാരാട്ടോ ഇത്തിരി സ്പീഡ്. നിന്നവന്മാരെ കാട്ടി ഈ കിടക്കുന്നവന്മാരാണ് ഇത്തിരി സ്പീഡ്. കാരണം അവന്മാർ ഇഴങ്ങി വരുന്നുണ്ട്. മച്ചാനെ ഓർഡറാ ഗീസ്. നമുക്ക് അവനെ രക്ഷിക്കണം ഗീസ്. അവനെ കടിക്കുന്നതിന് നമുക്ക് രക്ഷിക്കണം. ഓക്കെ ഗീസാണ്ടേ ഗീസ് നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗീസ്. നമ്മൾ പെട്ടറാ ചെന്നായിയുടെ ഒക്കെ ഇടയിൽ. പക്ഷെ ചെന്നായിയൊക്കെ ഒരു പ്രശ്നമല്ല. നമ്മളെ തൊപ്പി ഇതാ കിടക്കുന്നു. നമുക്ക് നമ്മുടെ തൊപ്പി കിട്ടി. അപ്പോൾ ഗേസ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ.